മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. അത് ലംഘിക്കപ്പെടുമ്പോൾ അത് ലംഘിക്കപ്പെട്ടെന്ന് ഉറപ്പുള്ള കുറെ മനുഷ്യർക്കു വേണ്ടി നമുക്ക് ഒത്തൊരുമിച്ച് നിൽക്കാനാകണം. ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനമാണ്. അവർ റൈറ്റ്സ് അവർ ഫ്യൂച്ചർ റൈറ്റ് നൗ. നമ്മുടെ ഭാവി സുരക്ഷിതമാകണമെങ്കിൽ നമ്മുടെ അവകാശങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ആ അവകാശങ്ങൾ നമുക്ക് കിട്ടുകയും വേണം. അതിനിയും വൈകരുതെന്ന് ഈ ദിനം ഓർമ്മിപ്പിക്കുകയാണ്. സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം UN അസംബ്ലി അംഗീകരിച്ചതാണ് ഡിസംബർ 10 മനുഷ്യാവകാശ ദിനം. അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനും നീതി ഉറപ്പിക്കാനും നീതിയിലുള്ള അവരുടെ വിശ്വാസമൂട്ടി ഉറപ്പിക്കാനും ഈ ദിനം ആഹ്വാനം ചെയ്യുന്നു. അവകാശ പ്രഖ്യാപനങ്ങൾ നമ്മൾ നടത്തുമ്പോഴും നമുക്കിടയിൽ തന്നെ എത്രയോ മനുഷ്യരാണ് സ്വാതന്ത്ര്യത്തിനായി, നീതിക്കായി, അവരുടെ അവകാശങ്ങൾക്കായി പോരാടിക്കൊണ്ടിരിക്കുന്നത്. ബാലവേലയ്ക്ക് വിധേയരാകുന്ന കുട്ടികൾ, അഭിപ്രായം പറഞ്ഞതിന്, അഭിപ്രായം എഴുതിയതിന്, വരച്ചതിന് ഒക്കെയും എത്രയോ പേരാണ് ജയിലറകളിലേക്ക് പോയത്. ജീവൻ നഷ്ടപ്പെട്ട മനുഷ്യർ എത്രയാണ്. ജനിച്ച മണ്ണും ഭൂമിയും വിട്ട് പലായനം ചെയ്യേണ്ടി വരുന്ന അഭയാർത്ഥികളും, വിശ്വാസത്തിൻ്റെയും നിറത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പേരിൽ മാറ്റി നിർത്തപ്പെടുന്ന മനുഷ്യരും, ലിംഗവിവേചനം നേരിടുന്നവരും ഒന്നും ഈ ലോകത്ത് അവസാനിച്ചിട്ടേയില്ല. 1215 ഇംഗ്ലണ്ടിൽ ഒപ്പുവയ്ക്കപ്പെട്ട മാഗ്ന കാർട്ട വ്യക്തി സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിച്ച ഏടാണ്. ഇത് തയ്യാറാക്കിയ ഇംഗ്ലീഷ് ജനത തന്നെ 1688 പൗരാവകാശ നിഷേധത്തിനെതിരെ വിപ്ലവം നടത്തി, ഒരു തുള്ളി ചോര പോലും പൊടിയാതെ. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ആശയങ്ങൾ ഉയർത്തിയ ഫ്രഞ്ച് വിപ്ലവവും അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനവും മനുഷ്യാവകാശ ചരിത്രത്തിലെ നാഴികക്കല്ലുകളാണ്. മനുഷ്യാവകാശ ലംഘനങ്ങളുടെ കാര്യം പറയുമ്പോൾ അഡോൾഫ് ഹിറ്റ്ലറെക്കുറിച്ച് എങ്ങനെ പറയാതെ പോകും. ഹിറ്റ്ലറുടെ വംശഹത്യ എത്രയോ മനുഷ്യരുടെ ജീവിക്കാനുള്ള അവകാശങ്ങൾ ഇല്ലാതെയാക്കി. യുദ്ധഭൂമികളിൽ 10,000-കണക്കിന് മനുഷ്യർക്ക് ജീവൻ നഷ്ടമായി. അതിലുമേറെ പേർക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചു. കാലമേറെ കഴിഞ്ഞിട്ടും കറുത്തവർഗക്കാർക്ക് നേരെ നടന്ന ക്രൂരമായ ആക്രമണങ്ങൾ ലോകം കണ്ടു. US-ലെ മിനിയപ്പലിസിലെ ആ സംഭവം ഓർക്കുന്നില്ലേ? വെളുത്ത വർഗക്കാരനായ പോലീസ് ഓഫീസറുടെ ഇടത് കാൽമുട്ട് കഴുത്തിലമർന്നപ്പോൾ കറുത്തവർഗക്കാരനായ ജോർജ് ഫ്ലോയിഡ് പറഞ്ഞ വാക്കുകൾ. ബ്ലാക്ക് ലൈവ്സ് മാറ്റർ എന്ന മുദ്രാവാക്യമുയർത്തി ലക്ഷക്കണക്കിന് ജനങ്ങൾ തെരുവിലിറങ്ങിയെന്ന്. ആ തെരുവിലിറങ്ങിയവരിൽ പക്ഷെ കറുത്തവർഗക്കാർ മാത്രമായിരുന്നില്ല. പല നിറക്കാരുണ്ടായിരുന്നു, പല രാജ്യക്കാരുണ്ടായിരുന്നു. കോവിഡ് എന്ന മഹാമാരി കലിതുള്ളുന്ന ആ കാലത്ത് കോവിഡിനോ സൈന്യത്തിനോ ഒന്നും പ്രതിരോധിക്കാനാകാത്ത വിധം ജനം തെരുവിലിറങ്ങിയപ്പോൾ ലോകം തന്നെ അത് ഏറ്റെടുത്ത കാഴ്ചയും കണ്ടു. കാലം എത്ര മാറിയാലും ചില മനുഷ്യരുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അവകാശങ്ങൾക്കായി ഒന്ന് ശബ്ദിക്കാൻ, എന്തിന് ഒന്ന് തലയുയർത്തി നിൽക്കാൻ പോലും ആകാത്ത വിധം അവർ ചിലപ്പോൾ അടിപ്പെട്ടുപോയെന്ന് വരാം. അവരെയും അവരുടെ അവകാശങ്ങളെയും കുറിച്ച് അവരെ ബോധവാന്മാരാക്കേണ്ടതുണ്ട്. ഇപ്പോൾ അല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നമ്മുടെ അവകാശങ്ങൾക്കായി, ഭാവിക്കായി നിലകൊള്ളേണ്ടത്? ഈ ചോദ്യം ചോദിക്കാൻ ഓരോരുത്തരെയും പ്രാപ്തരാക്കാം. അവകാശങ്ങൾ ഔദാര്യമല്ല എന്ന് ബോധ്യപ്പെടുത്താം. ന്യൂസ് ഡെസ്ക് NTV. NTV UAE to the world.